ആകാശവാണി. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവസാന മണിക്കൂറിലേക്ക്. വൈകുന്നേരം 6 മണിവരെയാണ് പോളിംഗ്. 4:15 വരെ സംസ്ഥാനത്ത് 58.52% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മൂലം പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും ഇവ ഉടൻ തന്നെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിൽ 56.55% പേരും ആറ്റിങ്ങലിൽ 59.55% പേരും വോട്ട് രേഖപ്പെടുത്തി. കൊല്ലത്ത് 56.74%, പത്തനംതിട്ടയിൽ 55.55%, മാവേലിക്കരയിൽ 56.58%, ആലപ്പുഴയിൽ 61.55%മാണ് പോളിംഗ് നിരക്ക്. കോട്ടയത്ത് 57.04% വോട്ടർമാരും ഇടുക്കിയിൽ 56.53% പേരും വോട്ട് ചെയ്തു. എറണാകുളത്ത് 57.34%, ചാലക്കുടിയിൽ 60.59%, തൃശൂരിൽ 59.75%മാണ് വോട്ടിംഗ് നിരക്ക്. മലപ്പുറത്ത് 57.34%, പൊന്നാനിയിൽ 53.97%, പാലക്കാട് 60.41%, ആലത്തൂരിൽ 59.51% പേരും വോട്ട് ചെയ്യാനെത്തി. കോഴിക്കോട് 59.18%, വടകരയിൽ 58.96%, കണ്ണൂരിൽ 61.85%മാണ് പോളിംഗ് നിരക്ക്. വയനാട്ടിൽ 60.3% വോട്ടർമാരും കാസർഗോഡ് 60.9% പേരും വോട്ട് രേഖപ്പെടുത്തി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. പൊന്നാനി മണ്ഡലത്തിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, സിറ്റിംഗ് എംപിയും MLAയും NDAയിൽ നിന്നും താരസ്ഥാനാർത്ഥിയും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലമാണല്ലോ കൊല്ലം. വനിതാ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. പോളിംഗ് അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്? തീർച്ചയായും കൊല്ലം മണ്ഡലത്തിലെ തീരമേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ 4 മണിയോടെ വോട്ടിംഗ് ശതമാനം 50 പിന്നിട്ടു. 4 മണിക്കുള്ള കണക്കുകൾ പ്രകാരം 52.04% കൊല്ലം ജില്ലയിലെ പോളിംഗ് നില. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീരമേഖലയിൽ കനത്ത പോളിംഗ് ആണ് നടക്കുന്നതെന്ന് പറയാം. ഇപ്പം പോളിംഗ് അവസാനിക്കാൻ 1 മണിക്കൂർ ഉള്ളപ്പോൾ തന്നെ വലിയ നിര തീരമേഖലയിലെ പോളിംഗ് ബൂത്തുകളിൽ കാണാനുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ വലിയ തോതിൽ ഈ കനത്ത വെയിലിനെ ഒന്നും കാര്യമാക്കാതെ തന്നെ കുടപിടിച്ചും കയ്യിലിരിക്കുന്ന ID കാർഡ് ഉൾപ്പെടെ വീശിയും വളരെ സഹിച്ച് വളരെ നിശ്ചയദാർഢ്യത്തോടെ തന്നെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ. നന്ദി നീരജ്, വിവരങ്ങൾ നൽകിയതിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി നടന്നുവരുന്ന വോട്ടെടുപ്പിൽ 2 മണിവരെ 29 വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റിസ്ഥാപിച്ചു. 15 VVPATകളും 7 വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളുമാണ് പുതിയതായി പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചത്. തിരുവല്ലയിൽ 6 VVPATകളും 3 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും, ആറന്മുളയിൽ 2 VVPATകളും 1 വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും, കോന്നിയിൽ 4 VVPATകളും 2 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും, റാന്നിയിൽ 1 വീതം VVPATും കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും, അടൂരിൽ 2 VVPATകളുമാണ് മാറ്റിസ്ഥാപിച്ചത്. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്ത് കടുത്ത മത്സരമാണ് നടക്കുന്നത്. ജില്ലയിലെ പല ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. എറണാകുളത്തെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ. എറണാകുളം മണ്ഡലത്തിൽ രാവിലെ മുതൽ സാമാന്യം നല്ല പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 10 മണിയോടെ 13% വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ 11 മണിയോടെ 25%, 12 മണിയോടെ 30% പോളിംഗ് ഉയർന്നു. ഉച്ചകഴിഞ്ഞ് 1 മണിക്ക് മണ്ഡലത്തിൽ 39% പോളിംഗ് രേഖപ്പെടുത്തി. 2 മണിയോടെ അത് 44% ഉയർന്നു. വെയിലിന്റെ കാഠിന്യം കുറഞ്ഞ് വൈകുന്നേരമാകുന്നതോടെ വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം വേദിയാകുന്നത്. ജില്ലയിലെ ഏറ്റവും ഒടുവിലത്തെ വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു. ശശിധരൻ, കണ്ണൂരിൽ മികച്ച പോളിംഗ് നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. തുടക്കത്തിൽ ചില ബൂത്തുകളിൽ സാങ്കേതിക തകരാറുകൾ നേരിട്ടതായും റിപ്പോർട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? സുവർണ, കണ്ണൂരിലാണ് സംസ്ഥാനത്ത് തന്നെ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. 62% മുകളിലാണ് ഇപ്പോഴുള്ള വോട്ടിംഗ് നില. കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ 62% മുകളിൽ കണ്ണൂർ ജില്ലയിലും വോട്ടിംഗ് നടന്നിട്ടുണ്ട്. തളിപ്പറമ്പ്, ധർമ്മടം, മട്ടന്നൂർ മണ്ഡലങ്ങളിൽ 60% മുകളിൽ വോട്ടിംഗ് നടന്നു. നന്ദി ശശിധരൻ, വിവരങ്ങൾ നൽകിയതിന്. കോഴിക്കോട് നാദാപുരം നിയമസഭാ മണ്ഡലത്തിലെ 61, 162 എന്നീ പോളിംഗ് സ്റ്റേഷനുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ മാറ്റിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.